ഒരു മാസം നീണ്ട വ്രതപുണ്യത്തിന്റെ പരിശുദ്ധിയോടെ ഇന്ന് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകളിൽ പ്രാർത്ഥനയോടെ പങ്കെടുത്ത വിശ്വാസികൾ. വന്ദേ ഭാരത് ട്രെയിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ വേണ്ട സമയം 8 മണിക്കൂർ 5 മിനിറ്റ്. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ കടുവയെത്തി. മെയ് മാസം പകുതിയോടെ രണ്ടാമത്തെ കടുവയെ എത്തിക്കും. ഈ വർഷം അവസാനത്തോടെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും. ഉദ്യോഗസ്ഥർ അനാവശ്യ ഇടപെടലുകളുടെ തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആക്ഷേപം. പൂരം നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ദേവസ്വങ്ങൾ. വാർത്തകൾ വിശദമായി. ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന്റെ പരിശുദ്ധിയുമായി സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. വിവിധ ഇടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേൽക്കുന്നത്. പുതുവസ്ത്രത്തിന്റെയും നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന്. നമസ്കാരത്തിന് മുൻപ് കഴിവുള്ള ഓരോ വിശ്വാസിയും ഫിത്തർ സക്കാത്ത് നൽകി. ഈദ്ഗാഹുകളിൽ പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം പങ്കിട്ടു. കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള അവസരമാണ് ചെറിയ പെരുന്നാൾ ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന ഈദുൽ ഫിത്തർ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. പെരുന്നാൾ ആഘോഷം തെരുവുകളിലല്ല വേണ്ടതെന്നും വിശ്വാസികളുടെ മനസ്സിലാണ് വേണ്ടതെന്നും ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദവി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. കൊടുങ്ങല്ലൂർ മേഖലയിൽ വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വന്ദേ ഭാരത് ട്രെയിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഈ മാസം 26-ന് ആദ്യ സർവീസ് ആരംഭിക്കും. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 8 സ്റ്റോപ്പുകളാണുള്ളത്. വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തി ചേരാൻ 8 മണിക്കൂർ 5 മിനിറ്റ് സമയമാണ് വേണ്ടിവരിക. രാവിലെ 5:20-ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:25-ന് കാസർഗോട്ടെത്തും. രാവിലെ 9:22-ന് ട്രെയിൻ തൃശൂരിലെത്തും. ഷൊർണൂരിൽ 10 മണി കഴിഞ്ഞ് 2 മിനിറ്റുള്ളപ്പോൾ എത്തിച്ചേരും. മടക്ക ട്രെയിൻ കാസർഗോട്ട് നിന്ന് ഉച്ചയ്ക്ക് 2:30-നാണ് പുറപ്പെടുക. വർഷങ്ങളായുള്ള പ്രഖ്യാപനങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ കടുവയെത്തി. വൈഗ എന്ന പെൺകടുവയെയാണ് സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് പ്രത്യേക കൂട്ടിലാക്കിയാണ് ദൌത്യസംഘം കടുവയെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. ക്യൂറേറ്റർ, വെറ്റിനറി സർജൻ, 2 സൂപ്പർവൈസർമാർ, 4 കീപ്പർ ട്രെയിനീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് പുത്തൂരിലേക്ക് കടുവയുമായി യാത്ര തിരിച്ചത്. രാവിലെ 6 മണിയോടെ സംഘം സുവോളജിക്കൽ പാർക്കിലെത്തി. പ്രത്യേക കൂട്ടിലേക്ക് മാറ്റിയ വൈഗയെ ഏതാനും നാൾ നിരീക്ഷണ വിധേയമാക്കും. നിരീക്ഷണ കാലാവധിക്ക് ശേഷം കടുവയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക ആവാസ ഇടത്തിലേക്ക് മാറ്റും. മെയ് 2-ാം വാരത്തോടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുള്ള മറ്റൊരു കടുവയായ ദുർഗയെയും എത്തിക്കും. കടുവയ്ക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ പ്രത്യേക ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കടുവയെ നിരീക്ഷിക്കാൻ കൂട്ടിനുള്ളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിലെ ധാരണയനുസരിച്ച് ഈ വർഷം അവസാനത്തോടെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് നീക്കം. കടുവയെ എത്തിക്കുമ്പോൾ മന്ത്രി കെ രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തി എന്നിവർ സന്നിഹിതരായിരുന്നു. മാത്രമല്ല ഇനി ദുർഗ കൂടി വരും സിംഹ സഫാരി പാർക്കിൽ നിന്ന് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല ഇനി വരാനിരിക്കുന്നവർക്കൊക്കെ നേരിട്ട് മൃഗശാലകളുമായി ബന്ധമില്ലാതെ നേരിട്ടെത്തുന്ന എല്ലാ മൃഗങ്ങൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള രോഗബാധിതരായവർക്കും ഒക്കെ ഐസൊലേഷൻ നടത്തി അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐസൊലേറ്റഡ് സെന്ററാണ് ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം. വളരെ ഗംഭീരമായ തയ്യാറെടുപ്പുകൾ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള കീർത്തി IFSന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തി. അതിനുശേഷമാണ് ഇവിടേക്ക് നമ്മുടെ ആദ്യത്തെ കടുവയായിട്ടുള്ള പെൺകടുവ ഈ വൈഗയുടെ പ്രവേശനം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ 2ാമത്തെ ഘട്ടം പൂർണ്ണമായി ജൂണോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. 3ാമത്തെ ഘട്ടം ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അനാവശ്യ ഇടപെടലുകളിലൂടെ തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആക്ഷേപം. പൂരം നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. തേക്കിൻകാട് മൈതാനത്തിൽ വെടിമരുന്ന് പുരയോട് ചേർന്നുള്ള താൽക്കാലിക ഷെഡ് പൊളിച്ചു നീക്കണമെന്ന് കഴിഞ്ഞ ദിവസം പാറമേക്കാവ് ദേവസ്വത്തിന് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിരുന്നു.
എന്നാൽ ഷെഡ് പൊളിച്ചു നീക്കാനാവില്ലെന്ന് ദേവസ്വം രേഖാമൂലം തിരിച്ച് കത്ത് നൽകി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് ദേവസ്വങ്ങളുടെ നിലപാട്. കനത്ത സാമ്പത്തിക ബാധ്യതയിലും പൂരത്തിന്റെ അനുബന്ധ ചിലവുകൾ പൂരം കമ്മിറ്റികളോട് വഹിക്കാൻ പറയുന്നതായും ആക്ഷേപമുണ്ട്. ഭക്ഷണ ചിലവിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 2 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ദേവസ്വങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു. കൂടാതെ 75,000 ലിറ്റർ വെള്ളം കുപ്പിയിലാക്കി വിതരണം ചെയ്യാനും ആവശ്യമുന്നറിയിച്ചു. പോലീസിന്റെ ഭക്ഷണത്തിനുള്ള തുക, നഗരത്തിലെ ബാരിക്കേഡുകളുടെ ചെലവ് എന്നിവ ദേവസ്വങ്ങളാണ് വഹിക്കുന്നത്. പൂരം പ്രദർശനത്തിന്റെ വാടക 40 ലക്ഷം രൂപയിൽ നിന്ന് 2 കോടിയാക്കി ഉയർത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ ദേവസ്വങ്ങൾ ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിലും നടപടിയുണ്ടായിട്ടില്ല. തോളൂർ കരുവാൻവടിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു. സെബാസ്റ്റ്യൻ എന്നയാളുടെ വീടിന്റെ മതിലാണ് തകർന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം താവൂസ് തിയേറ്ററിന് സമീപം നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പഴഞ്ഞി അരുവായി സ്വദേശി മൂർത്താട്ടിൽ വീട്ടിൽ ബിജുവിനാണ് പരിക്കേറ്റത്. ലോറി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടാത്തതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ LDF പാനലിനെതിരെ മത്സരിക്കുന്ന KR കിരണിനെ CPM-ൽ നിന്നും പുറത്താക്കി. മേത്തല ലോക്കലിലെ മേത്തലപ്പാടം ബ്രാഞ്ച് അംഗമായിരുന്ന കിരണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഏരിയ സെക്രട്ടറി KK അബീദ് അലി അറിയിച്ചു. ഇതേസമയം കിരണിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KR കിരണിനെ പിന്തുണയ്ക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S സാബു അറിയിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ പുത്തൂരിൽ ഉള്ള തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പശ്ചിമഘട്ട മലനിരകളിലെ വംശനാശം നേരിടുന്ന വന്യജീവികൾക്ക് സംരക്ഷണം നൽകുകയും അവയെ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയുമാണ്. സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിഞ്ഞ 27 വർഷമായി ഫ്രണ്ട്സ് ഓഫ് സൂ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് സെക്രട്ടറി M പീതാംബരൻ പറഞ്ഞു. MN ലക്ഷം വീട് പദ്ധതിയുടെ ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിയുടെ പുത്തൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 39 പുതിയ വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. 4 ലക്ഷം രൂപയ്ക്ക് 400 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭവനങ്ങളാകും നിർമ്മിക്കുക. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ അധ്യക്ഷനായി. ഹൌസിംഗ് കമ്മീഷണർ ആൻഡ് സെക്രട്ടറി ഡോക്ടർ വിനീത് ഗോയൽ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗം ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ 2 ദിവസമായി കാണാനില്ലെന്ന് മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 11ാം വാർഡ് മഞ്ചാടിയിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന കുറിച്ചിയിൽ തങ്കമ്മയെ ആണ് കാണാതായത്. വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പുഷ്പ വിശ്വംഭരൻ പോലീസിൽ പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വന്ദേ ഭാരത് ഉദ്ഘാടനവും പ്രമാണിച്ച് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകളിൽ മാറ്റം വരുത്തി. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, എറണാകുളം ഗുരുവായൂർ സ്പെഷ്യൽ ട്രെയിനുകൾ ഞായറാഴ്ച റദ്ദാക്കി. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി തിങ്കളാഴ്ച റദ്ദാക്കി. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചില ട്രെയിനുകൾ കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കും. മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ്, ശബരി എക്സ്പ്രസ് എന്നിവയ്ക്കാണ് കൊച്ചുവേളിയിൽ സർവീസ് അവസാനിപ്പിക്കുക. കൊല്ലം തിരുവനന്തപുരം ട്രെയിൻ കഴക്കൂട്ടം വരെ മാത്രമാകും സർവീസ് നടത്തുക. നാഗർകോവിൽ കൊച്ചുവേളി ട്രെയിൻ നേമം വരെയേ സർവീസ് ഉണ്ടാകൂ. ഞായറാഴ്ചത്തെ തിരുവനന്തപുരം ചെന്നൈ മെയിൽ തൃശൂരിൽ നിന്നാകും പുറപ്പെടുക. അക്ഷയ തൃതീയ ദിനത്തിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഉയർന്ന സ്വർണ്ണവിലയാണ് ഇന്ന് ഇടിവുണ്ടായത്. 1 പവൻ സ്വർണത്തിന് 240 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 44,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 30 രൂപ കുറഞ്ഞ് 5,575 രൂപയായി. ക്വാറി ഉൽപ്പന്നങ്ങളുടെയും സിമന്റിന്റെയും അമിതമായ വില വർധനവിനെതിരെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. PBCA സംസ്ഥാന സെക്രട്ടറി K മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളന്നൂർ, മറ്റ് ഭാരവാഹികളായ KV ജയചന്ദ്രൻ, AM അശോകൻ, KA രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. വീണ്ടും ഒരു തൃശൂർ പൂരം പടിവാതിൽക്കൽ എത്തവേ പൂരപ്രേമികൾ ആവേശത്തിലാണ്. പൂരം വർണ്ണവിസ്മയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകരും പൂരപ്രേമികളും. പൂരം വിളിപ്പാടകലെ എത്തിക്കഴിഞ്ഞു. പൂരത്തെ വരവേൽക്കാൻ തൃശൂർ നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിലെ പൂരം പ്രദർശന നഗരി സദാ ജനനിബിഡമാണ്. സ്വരാജ് റൗണ്ടിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും പൂരപ്പന്തലുകളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ തൃശൂർ പൂരത്തിന് പതിവിൽ കവിഞ്ഞ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ പൂരം സംഘാടകരും പോലീസും ജില്ലാ ഭരണകൂടവും നേരത്തെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. തിങ്കളാഴ്ച പൂരം ഘടകക്ഷേത്രങ്ങളിൽ കൊടിയേറും. ഏപ്രിൽ 28-നാണ് സാമ്പിൾ വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ പൂരച്ചമയ പ്രദർശനം 28-ന് രാവിലെ ആരംഭിക്കും. ചമയ പ്രദർശനത്തിനും വൻ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പൂരത്തലേന്ന് തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങിന് വൻ ജനാവലിയെത്തും. എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ തെക്കേ ഗോപുരനട തുറക്കാൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റും. ഏപ്രിൽ 30-ന് രാവിലെ കണിമംഗലം ശാസ്താവിന്റെ വരവോടെ പൂരത്തിന് തുടക്കമാകും. പൂരപ്പിറ്റേന്ന് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങളാണ് തൃശൂരിലെത്തുക. പൂരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും TCV തത്സമയം പ്രേക്ഷകരിലെത്തിക്കും. വർഷത്തിലേറെ പഴക്കമുള്ള പൂരങ്ങളുടെ പൂരത്തിന്റെ ഐതിഹ്യം ഇങ്ങനെ. AD 1751 മുതൽ 1805 വരെ ജീവിച്ചിരുന്ന കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന്റെ ശില്പി. ശക്തൻ തമ്പുരാൻ മരിക്കുന്നതിന് 7 വർഷം മുൻപാണ് പൂരം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറാട്ടുപുഴ ദേവസംഗമവുമായി ബന്ധമുണ്ട്. തൃശൂരിന്റെ ചുറ്റുമുള്ള 8 ദേശങ്ങൾ പണ്ട് ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളികളായിരുന്നു. ചില കാരണങ്ങളാൽ ഈ ദേശങ്ങൾ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പിൻവലിഞ്ഞു. ഇതോടെ ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം രൂപകൽപ്പന ചെയ്തുവെന്നാണ് ഐതിഹ്യം. പണ്ട് മീനമാസത്തിലാണ് പൂരം നടത്തിയിരുന്നതെന്ന് പറയുന്നു. 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും ആചാരങ്ങളുടെ കണിശതയിലാണ് ആഘോഷിക്കുന്നത്. നാദവിസ്മയം പൊഴിക്കുന്ന തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, ഇലഞ്ഞിയുടെ ചുവട്ടിൽ മേളപ്പെരുക്കം തീർക്കുന്ന പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറമേളം, ആർപ്പും ആരവങ്ങളും നിറഞ്ഞ തെക്കോട്ടിറക്കം, വർണ്ണശബളമായ കുടമാറ്റം, മാനത്ത് വിരുന്നൊരുക്കുന്ന വെടിക്കെട്ട്, പൂരപ്പിറ്റേന്ന് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ, എല്ലാറ്റിനും സാക്ഷിയായി വടക്കും നാഥനും. പൂരമിങ്ങ് എത്തിക്കഴിഞ്ഞു. ജനകീയ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒരുക്കിയ ഡെമോൺസ്ട്രേഷൻ ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ പ്രദർശനം ആവേശക്കാഴ്ചയായി. കമാൻഡർ ഇൻ കേരള മാഹി DIG N രവി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജനകീയ സൗഹൃദ വേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് SI ഷോബി വർഗീസ് മുഖ്യാതിഥിയായി. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിലെത്തിയ തീരസംരക്ഷണ സേനാംഗം റോപ്പിൽ കടലിൽ ഇറങ്ങിയും തിരികെ ഹെലികോപ്റ്ററിൽ മടങ്ങുന്നതും ആവർത്തിച്ചു. തുടർന്ന് ദേശീയ പതാക പറത്തി ഹെലികോപ്റ്ററിൽ മടങ്ങുമ്പോൾ കഴിമ്പ്രം ബീച്ചിലുണ്ടായിരുന്ന ആയിരങ്ങൾ സല്യൂട്ട് ചെയ്തും കരഘോഷം മുഴക്കിയുമാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചത്. അരിക്കൊമ്പനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന വിദഗ്ധ സമിതി യോഗം മാറ്റിവച്ചു.
അടുത്ത ദിവസം തന്നെ ഓൺലൈനായി യോഗം ചേരും. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടിവെച്ച് പിടികൂടുന്ന അരിക്കൊമ്പനെ എവിടേക്ക് മാറ്റണമെന്ന കാര്യം ആലോചിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ യോഗമാണ് മാറ്റിയത്. പറമ്പിക്കുളത്തേക്ക് മാറ്റാനാണ് മുൻപ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ വിദഗ്ധ സമിതിയെ അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സ്ഥലപ്പേരുകൾ മുദ്രവച്ച കവറിൽ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് അടുത്ത ദിവസത്തെ യോഗത്തിൽ നടക്കുക. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ വിശേഷങ്ങളുമായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാൾ സപ്ലിമെന്റ് പുറത്തിറക്കി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ തോമസ് പള്ളത്ത അധ്യക്ഷനായിരുന്നു. ട്രസ്റ്റിമാരായ ഇ ടി വിൻസെന്റ്, വി പി പാപ്പച്ചൻ, ജേക്കബ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. മാള അരവിന്ദന് സ്മാരകമൊരുക്കാനുള്ള അനാസ്ഥ സംബന്ധിച്ച് പൊതുവേദികളിലും പരസ്പരം തുറന്നടിച്ച് പഴിചാരൽ വിവാദം കൊഴുക്കുന്നു. മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അരവിന്ദ സ്മരണ ചടങ്ങിലാണ് പരസ്പരം പഴിചാരൽ നടന്നത്. 8 വർഷമായി മാള അരവിന്ദന്റെ പേരിൽ അനുസ്മരണ ചടങ്ങ് മാത്രം നടത്താതെ 2 സെന്റ് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് VR സുനിൽകുമാർ MLA തുറന്നു പറഞ്ഞത് ചില കുറ്റപ്പെടുത്തലുകൾക്കുള്ള മറുപടി കൂടിയായിരുന്നു. സ്ഥലം കണ്ടെത്താൻ ഒപ്പം ഇറങ്ങാമെന്നും സ്മാരകം നിർമ്മിക്കാമെന്നും MLA വ്യക്തമാക്കി. മാള അരവിന്ദന്റെ പേരിൽ ചടങ്ങിനായി അനുസ്മരണം നടത്താതെ ചലച്ചിത്രോത്സവവും നാടകക്കളരിയും സംഘടിപ്പിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. സ്മാരകം ഒരുക്കുന്ന വിഷയത്തിൽ ജനപ്രതിനിധികൾ താൽപര്യം കാണിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസവും അനുസ്മരണ സമ്മേളനത്തിലും ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് തുറന്നു പറഞ്ഞു. ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഈ മാള മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 7 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു സ്മാരകത്തിന് അത്രയധികം പണമൊന്നും വേണം എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭൂമി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ആ സാഹചര്യങ്ങളിൽ എത്ര വില കൊടുത്തായാലും എത്ര രൂപയായാലും നിങ്ങൾ പറയുന്ന സ്മാരകം പണിയാൻ ഞാൻ എന്നും തയ്യാറാണ് എന്ന് ഞാൻ പറയാനായിരുന്നു. സ്മാരകം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് മാള പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ട് മറുപടി പോലും ലഭിച്ചില്ലെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. മാള അരവിന്ദന്റെ സ്മാരകമായി റോഡിനോ ബസ് സ്റ്റാൻഡിനോ പേര് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാൻ പോലും തയ്യാറാകാത്തതിന്റെ പേരിലാണ് അനുസ്മരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കാതിരുന്നതെന്ന് സംശയിക്കുന്നതായി അധ്യക്ഷനായ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ പറഞ്ഞു. 2018 മാള പഞ്ചായത്ത് അരവിന്ദന്റെ സ്മരണയിൽ നാടകോത്സവം സംഘടിപ്പിച്ചത് മാത്രമാണ് ഏക പരിപാടി. ഓരോ വർഷവും അനുസ്മരണങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് സ്മാരകവും സ്ഥലവും ചർച്ചയാകുന്നത്. മാള അരവിന്ദന്റെ സ്മാരകം ഒരുക്കുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്ന് അരവിന്ദൻ ഫൗണ്ടേഷനും 8 വർഷമായിട്ടും സ്മാരകത്തിനായി ഒരു തുണ്ട് ഭൂമി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് MLAയും തുറന്നടിച്ചതോടെ 2 വാദത്തിനും അനുകൂലികളും പ്രതികൂലികളും സാമൂഹിക മാധ്യമങ്ങളിൽ പോർവിളി ഉയർത്തുന്നുണ്ട്. TCV മാള. തൃശൂർ കോർപ്പറേഷൻ ശക്തൻ നഗറിൽ കുടുംബശ്രീക്കായി ആധുനിക രീതിയിൽ നിർമ്മിച്ചു നൽകിയ കുടുംബശ്രീ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ആനിമൽ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഞായറാഴ്ച നടക്കുമെന്ന് മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 കോടി രൂപയിലധികം ചിലവഴിച്ചാണ് കുടുംബശ്രീ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 1.50 കോടി രൂപ ചെലവിൽ കുരിയച്ചിറയിലാണ് ആനിമൽ ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, കൌൺസിലർ കരോലിൻ പെരിഞ്ചേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25, 26 തീയതികളിൽ മൈലിപ്പാടത്തുള്ള ചേതന ഓഡിറ്റോറിയത്തിൽ ചേതനോത്സവം 2023 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ചേതന ഡയറക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ, ഭാരവാഹികളായ പ്രവീൺ വർഗീസ്, രമ്യ രവി, തോംസൺ തരകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷത്തിലെ ജ്ഞാനോത്സവം നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ G. മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷനായി. സെക്രട്ടറി PK സാബു, വൈസ് ചെയർമാൻ PR രാഘവൻ, ജോയിന്റ് സെക്രട്ടറി VS കർണൽ സിംഗ് എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിൽ അവതരിപ്പിച്ച പരമ്പരാഗത നൃത്തരൂപമായ പിന്നൽ തിരുവാതിര ശ്രദ്ധേയമായി. പുതിയ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത കലാരൂപമാണ് പിന്നൽ തിരുവാതിര. കൃഷ്ണഭക്തി ഗാനങ്ങളാണ് പിന്നൽ തിരുവാതിരയ്ക്കായി തിരഞ്ഞെടുക്കുക.
പെൺകൂട്ട് പോത്താനി എന്ന സംഘത്തിലെ 8 പേരാണ് പിന്നൽ തിരുവാതിര അരങ്ങിലെത്തിച്ചത്. മാള അരവിന്ദന് സ്മാരക നിർമ്മാണത്തിനുള്ള 2 സെന്റ് സ്ഥലം കണ്ടെത്താൻ ഒപ്പമുണ്ടാകുമെന്ന് VR സുനിൽകുമാർ MLA. മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അരവിന്ദ സ്മരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. 8 വർഷമായി അനുസ്മരണ സമ്മേളനമല്ലാതെ ഒരു തുണ്ട് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്ഥലം ലഭ്യമായാൽ എത്ര രൂപ വേണമെങ്കിലും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കാമെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷനായി. നടനും സംവിധായകനുമായ നാദിർ ഷാ നടൻ അനൂപ് വിജയിനെ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, നടൻ രമേശ് കുർമശ്ശേരി, ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, പ്രസ് ക്ലബ് സെക്രട്ടറി അബ്ബാസ് മാള തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വടക്കേക്കാട് SHO അമൃത് രംഗൻ നിർവഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച തിരുനാൾ ദിവ്യബലിക്ക് മനക്കുടി സാവിയോ ഹോം ഡയറക്ടർ ഫാദർ ആന്റണി കൊള്ളന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോം ഡയറക്ടർ ഫാദർ ജാക്സൺ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകും. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി. ഇമാം ഹുസൈൻ ഭാഗവി, അസിസ്റ്റന്റ് ഇമാം മുത്തലിഖ് ഫാലാക്കി എന്നിവർ നേതൃത്വം നൽകി. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം മുഹമ്മദ് ഷെരീഫ് ദാരി നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര റിഫാഇ ജുമാ മസ്ജിദിൽ ഉനൈസ് സഖാഫി അൽ അർഷാദി വെള്ളിലയും, വെള്ളിക്കുളങ്ങര മുഹിദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം സുഹൈൽ മുഹമ്മദ് മൗലവി വയനാടും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഇമാം സാജിദ് മാനാനി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. എളവള്ളി നോർത്ത് ജുമുഅ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സയ്യിദ് ഹുസൈൻ ജമുഅലി സഖാഫി ചേളാരി കാർമ്മികത്വം വഹിച്ചു. മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ കബീർ, സെക്രട്ടറി PB ഷബ്നസ എന്നിവർ നേതൃത്വം നൽകി. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ നടന്ന ദേശീയ അണ്ടർ-17 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫിദ ഫാത്തിമയ്ക്ക് CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടൂർ ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നമസ്കാരത്തിനും ഗുത്തൂപ്പയ്ക്കും ദുആക്കും കാർമ്മികത്വം വഹിച്ചു. സദർ ഉസ്താദ് അബ്ദുൽ റഷീദ് അൻവരി, മഹല്ല് പ്രസിഡന്റ് മുസ്തഫ കരിപ്പായിൽ എന്നിവർ നേതൃത്വം നൽകി. മുതുവട്ടൂർ രാജഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹിന് ഷംസുദ്ദീൻ നദവി നേതൃത്വം നൽകി. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കീറമാൻകുന്ന് ജുമാ മസ്ജിദിൽ ഹംസ സഖാഫി അൽ കാമിനി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്തൂപ്പയ്ക്കും മഹല്ല് ഖത്തീബ് ബഷീർ അസ്ലമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PK മുത്തലീബ് ഹാജി പെരുന്നാൾ സന്ദേശം നൽകി. മഹല്ല് സെക്രട്ടറി PM യൂസഫ്, ഭാരവാഹികളായ KM ഫസലൂർ റഹീം, അഷ്റഫ് പാംബ്ര എന്നിവർ നേതൃത്വം നൽകി. കൂരിക്കുഴി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് ഫാഹിൽ സയ്യിദ് അസ്ഹനി നേതൃത്വം നൽകി. കാളമുറി മഹല്ലിൽ നടന്ന ഈദ്ഗാഹിന് മാലിക് വീട്ടിക്കുന്ന് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി സലഫിയിൽ നടന്ന ഈദ്ഗാഹിന് യാക്കൂബ് മൗലവി ഒതായി നേതൃത്വം നൽകി. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് അന്തിക്കാട് ജുമാ മസ്ജിദിൽ നടന്ന ഖുത്തൂബയിലും പെരുന്നാൾ നമസ്കാരത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് അബ്ദുൽ സലാം അഹ്സനി കാർമ്മികനായി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ പതിപ്പറമ്പത്ത്, സെക്രട്ടറി KK അബ്ദുൽ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള ജുമാ മസ്ജിദിൽ ഇമാം സുബൈർ മന്നാനി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ നൂറുൽ ഹുദ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാര ചടങ്ങുകൾക്ക് ഇമാം മുജീബ് സഖാഫിയും, IST ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് ഇമാം ഇഹ്സാനും നേതൃത്വം നൽകി. പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹല്ല് ജുമാ മസ്ജിദിൽ ഇമാം അസ്ലം സഖാഫിയും, പുത്തഞ്ചിറ കിഴക്കേ മഹല്ല് ജുമാ മസ്ജിദിൽ ഇമാം അഹമ്മദ് നിസാമിയും നേതൃത്വം നൽകി. മന്നലാംകുന്ന് ഹിറാം മസ്ജിദ് ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിന് അബ്ദുസമദ് അണ്ടത്തോടെ നേതൃത്വം നൽകി. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഖത്തീബ് നിസാർ അസ്ഹനിയും, അകലാട് ബദർ പള്ളിയിൽ ബാദുഷ ബക്കവിയും,
മുഹിയദ്ദീൻ പള്ളിയിൽ സുഹൈൽ ഫൈസിയും നേതൃത്വം നൽകി. എടക്കര മഹല്ല മുഹിയദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈദ് നമസ്കാരത്തിന് അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. സെറിബ്രൽ പാൾസി കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്കായുള്ള ധനശേഖരണാർത്ഥം ഡോക്ടർ വിമി മെമ്മോറിയൽ സെറിബ്രൽ പാൾസി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച പുഴയ്ക്കലിൽ മെഗാ ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ജോം ജേക്കബ് നെല്ലിശ്ശേരി, പി ശിവശങ്കരൻ, MR പ്രമോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ മാസം 24-25 തീയതികളിൽ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമല ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമൽ, ഡോക്ടർ AT ഫ്രാൻസിസ്, ബോജിയോ ലൂയിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടികജാതി ക്ഷേമസമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ഓപ്പൺ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓപ്പൺ സെമിനാർ PKI സംസ്ഥാന ട്രഷറർ VR ശാലിനി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KM അഷ്റഫ് അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, PT ദേവസി, PA ഉണ്ണികൃഷ്ണൻ, രമണി രാജൻ എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രിയും KPMS സ്ഥാപക നേതാവും ആയ PK ചാത്തൻ മാസ്റ്ററുടെ ചരമവാർഷികം KPMS കൊടകര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KU രദീപ്, PK സുബ്രൻ, PC വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ദ്രവ്യകലശവും ഈ മാസം 26-ന് നടക്കുമെന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, P ഭാസ്കരൻ, ജയകുമാർ പൊലിയേടത്ത്, മോഹൻദാസ് കീഴുവീട്ടിൽ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം മേനോത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശിവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കിഴൂർ വലിയപുരയ്ക്കൽ സൂര്യൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്രയാർ രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടെ നേതൃത്വത്തിൽ മേളവും കാഴ്ചശിവേലിക്ക് അകമ്പടിയായി. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കേ ചെറുമുക്കുമന ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു മാസം നീണ്ട വ്രതപുണ്യത്തിന്റെ പരിശുദ്ധിയോടെ ഇന്ന് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകളിൽ പ്രാർത്ഥനയോടെ പങ്കെടുത്ത വിശ്വാസികൾ. വന്ദേ ഭാരത് ട്രെയിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ വേണ്ട സമയം 8 മണിക്കൂർ 5 മിനിറ്റ്. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ കടുവയെത്തി. മെയ് മാസം പകുതിയോടെ രണ്ടാമത്തെ കടുവയെ എത്തിക്കും. ഈ വർഷം അവസാനത്തോടെ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും. ഉദ്യോഗസ്ഥർ അനാവശ്യ ഇടപെടലുകളിലൂടെ തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആക്ഷേപം. പൂരം നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ദേവസ്വങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.